നമ്മളിന്ന് കേരളത്തിൽ വളരെ ചൂടോടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സിന്തറ്റിക് ഡ്രഗ്സ്. ഇതേ ചാനൽ മുമ്പ് ആൽക്കഹോൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളൊരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് കീഴിൽ ഒരുപാട് പേര് ഡ്രഗ്സിനെ കുറിച്ച് കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന വിഷയം സയൻസിൻ്റെ കണ്ണിലൂടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന വാക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് ന്യൂസിലൊക്കെ സ്ഥിരം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ എന്താണ് ഈ സിന്തറ്റിക് ഡ്രഗ് എന്നുള്ള വാക്ക്? അവിടെ നിന്ന് തന്നെ തുടങ്ങണം. ആ വാക്ക് ഇച്ചിരി മിസ്ലീഡിംഗ് ആണ്. സിന്തറ്റിക് ഡ്രഗ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചർച്ച ചെയ്യുന്നത് സയൻസിൻ്റെ കണ്ണിൽ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് വിളിക്കുന്ന ചില രാസവസ്തുക്കളെ കുറിച്ചാണ്. എന്താണ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രഭാവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. സൈക്കോളജിക്കലായിട്ടുള്ള ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാൽ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രവൃത്തിയാണ് അത് ബാധിക്കാൻ പോകുന്നത്. മാനസികമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മൂഡ്, നമ്മുടെ പെർസെപ്ഷൻ, അതായത് നമ്മൾ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, പെർസെപ്ഷൻ, നമ്മളെങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്താഗതി, കോഗ്നിഷൻ, ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം, ഇങ്ങനെ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള വശത്തെ സ്വാധീനിക്കുന്ന വസ്തുക്കളെയാണ് നമ്മളിവിടെ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൽ എല്ലാം, അല്ലെങ്കിൽ നമ്മൾ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിനെ കുറിച്ച് പൊതുവിൽ സംസാരിക്കുമ്പോൾ അതിൽ പലതും സിന്തറ്റിക് അല്ല. ഉദാഹരണത്തിന് കഞ്ചാവ് സിന്തറ്റിക് ആയിട്ടൊരു സംഗതി അല്ല. ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഒരു പാരസെറ്റമോളോ, നമ്മൾ തലവേദനയ്ക്ക് കഴിക്കുന്ന എന്തെങ്കിലും ഒരു മരുന്നോ, നമ്മൾ വയറ് കേടായ ഒരു അൻറ്റാസിഡ് കഴിക്കുന്നതോ ഒക്കെ ഡ്രഗ്സ് എന്ന് പറയുന്ന നിർവചനത്തിൽപ്പെടുന്ന വസ്തുക്കളാണ്. നമ്മൾ പൊതുവിൽ ഈ ഡ്രഗ്സ് എന്ന് വിളിച്ച് ചർച്ച ചെയ്യുന്നതിൽ ഇതൊന്നും പെടില്ല നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിൻ്റെ സയൻസാണ്. സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് പല തരത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കൽ ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പല തരത്തിലുള്ള സൈക്കോളജിക്കൽ ഇഫക്ട്സ് അതിനുണ്ടാക്കാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ക്ലാസ് ഓഫ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അലേർട്ട്നെസ് കൂട്ടുന്ന, നമ്മുടെ എനർജി ലെവൽ കൂട്ടുന്ന, ഹാർട്ട് ബീറ്റൊക്കെ കൂട്ടുന്ന സ്റ്റിമുലൻസ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഉണ്ട്. ക്ലാസിക്കായിട്ടുള്ള എക്സാമ്പിൾ നിക്കോട്ടിൻ എന്ന് പറയുന്ന നമ്മുടെ പുകവലിക്കുമ്പോൾ ഉള്ളിൽ പോകുന്ന രാസവസ്തു, അതുപോലെ കൊക്കെയിൻ എന്ന് പറയുന്ന രാസവസ്തു, പിന്നെ നമ്മൾ പൊതുവിൽ ഡ്രഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തീരെ വരാത്ത ചായയിലും കാപ്പിയിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന കഫീൻ, ഇതെല്ലാം സ്റ്റിമുലൻ്റ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആണ്. അതെ, ചായയും കാപ്പിയും സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് കൂടിയാണ്. അതുകൊണ്ടാണ് അവയെ നമ്മൾ ഹോട്ട് ബെവറേജസ് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഡിപ്രസൻസ് എന്ന് പറയുന്ന കാറ്റഗറി പെടുന്നതാണ്. അത് നമ്മുടെ എനർജി ലെവൽ താഴ്ത്തുകയാണ് ചെയ്യുന്നത്, കുറച്ചുകൂടി മന്ദീഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ കുറച്ചുകൂടി ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് ഈ രാസവസ്തുക്കൾ ശ്രമിക്കുക. ബെൻസോഡയസപ്പൈൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന രാസവസ്തുക്കൾ, പിന്നെ വളരെ ക്ലാസിക് ആയിട്ടുള്ള ആൽക്കഹോൾ, ഇതെല്ലാം ഡിപ്രസൻ്റ് ഗണത്തിൽപ്പെടുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആണ്. അതെ, ആൽക്കഹോളും സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആണ്. ഇനി വേറെ ചില രാസവസ്തുക്കൾ നമുക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാക്കും. അതായത് ഇല്ലാത്തത് കാണുക, ഇല്ലാത്ത ശബ്ദം കേൾക്കുക, ഇങ്ങനെ നമ്മൾ സെൻസറി ആയിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന രാസവസ്തുക്കളെ നമ്മൾ ഹാലൂസിനോജൻസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ LSD എന്ന് വിളിക്കുന്ന രാസവസ്തു, അതുപോലെ മാജിക് മഷ്റൂം എന്ന ഓമന പേരിൽ പൊതുവെ വിളിക്കപ്പെടുന്ന സൈലോസൈബിൻ, ഇതെല്ലാം ഹാലൂസിനോജൻ എന്ന ഗണത്തിൽപ്പെടുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആണ്. അതുപോലെ കീറ്റമൈൻസ് എന്നൊക്കെ പറഞ്ഞ ചില രാസവസ്തുക്കൾക്ക് ഡിസോസിയേറ്റീവ്സ് എന്നാണ് പൊതുവെ വിളിക്കുന്നത്. അതായത് നമുക്ക് റിയാലിറ്റിയിൽ നിന്നുള്ള നമ്മുടെ കണക്ഷൻ കട്ട് ചെയ്ത് കളയും. അതുപോലെ എൻടാക്ടോജൻസ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന മറ്റൊരു രാസവസ്തുവുണ്ട്. എൻടാക്ടോജൻസ് എന്ന് പറയുന്നത് പൊതുവിൽ അതിനെ എംപതോജൻസ് എന്നും വിളിക്കാറുണ്ട്. അതായത് ഒരു വാം ഫീലിംഗ്, കുറച്ചുകൂടി ഇമോഷണൽ കണക്ഷനെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഇഫക്റ്റാണ് ഇത്തരം രാസവസ്തുക്കൾ ഉണ്ടാക്കുക. പൊതുവിൽ നിങ്ങൾ വാർത്തയിലൊക്കെ കേട്ടിട്ടുള്ള MDMA എന്ന് വിളിക്കുന്ന രാസവസ്തു ഒരു എൻടാക്ടോജൻ ഗണത്തിൽപ്പെടുന്ന രാസവസ്തുവാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലാണ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ സൈക്കോളജിക്കലായിട്ടുള്ള ഇഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? സൈക്കോളജി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മനസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മനസ്സ് എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനമാണ്. മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ് എന്നാണ് പറയാറ്. അപ്പോൾ പ്രധാനമായിട്ടും സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിൻ്റെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കമാണ്. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ
കുറേ നാഡീകോശങ്ങൾ, ന്യൂറോണുകളുടെ ഒരു കളക്ഷനാണ്. ഈ നാഡീകോശങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് മസ്തിഷ്കത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സാധ്യമാക്കിയെടുക്കുന്നത് നമുക്കിന്നറിയാം. ഈ നാഡീകോശങ്ങൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ചില രാസവസ്തുക്കളാണ്. നാഡീകോശങ്ങൾ പരസ്പരം ടച്ച് ചെയ്യില്ല. അവയ്ക്കിടയിലുള്ള ഗ്യാപ്പിനെ സന്ദേശങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കുന്ന ചില രാസവസ്തുക്കളാണ്. പലതരത്തിലുള്ള രാസവസ്തുക്കൾ ഓരോ തരം സന്ദേശങ്ങൾക്കും അനുസരിച്ച് ഓരോ തരം രാസവസ്തുക്കൾ ആണ് ഈ പണി ചെയ്യുന്നത്. അപ്പോൾ പ്രധാന ടാർഗറ്റ് മസ്തിഷ്കമാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിൻ്റെ പ്രധാന പ്രവർത്തന രംഗം ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുമായിട്ടുള്ള ഇൻറ്ററാക്ഷനാണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ പല തരത്തിൽ ഈ സബ്സ്റ്റൻസസിന് തകിടം മറിക്കാൻ പറ്റും. ചില രാസവസ്തുക്കൾ ചെയ്യുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ മിമിക് ചെയ്യുക, അതായത് ആ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ പോലെ തന്നെ ഈ മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങൾക്കിടയിലുള്ള കണക്ഷനിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന THC എന്ന് പറയുന്ന രാസവസ്തു ഇതുപോലെ അനാൻഡമൈൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി സാധാരണഗതിയിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഒരു നാഡീകോശത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അളവങ്ങ് കുറയും. അത് പുറമേ അത് ഡിസോസിയേറ്റ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ അത് തിരിച്ച് റീഅപ്ടേക്ക് എന്ന രീതിയിൽ അബ്സോർബ് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യും. പക്ഷേ ചില രാസവസ്തുക്കൾ ഇതിനെ തടയും. അതായത് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ റീഅപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുകയോ ബ്ലോക്ക് ചെയ്യുകയോ ഒക്കെ ആയിരിക്കും അത് ചെയ്യുക. അപ്പോൾ അത് ഏത് ന്യൂറോ ട്രാൻസ്മിറ്ററിനാണ് തടയുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഇഫക്ട്സും വ്യത്യാസമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ആനന്ദ അനുഭൂതി ഉണ്ടാക്കുന്ന ഡോപ്പമൈൻ, സെറോട്ടോണിൻ ഇങ്ങനെയുള്ള രാസവസ്തുക്കളുടെ റീഅപ്ടേക്കിനെയാണ് ഒരു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിൽ നമുക്കൊരു ആനന്ദ അനുഭവം കൂടുതൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് ആയിരിക്കും ചെയ്യുക. ഇപ്പോൾ കൊക്കൈൻ ഇതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ്. അത് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ റീഅപ്ടേക്കിനെ തടയുകയാണ് ചെയ്യുന്നത്. ഇനി ചില രാസവസ്തുക്കൾ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ റിലീസിനെ എൻഹാൻസ് ചെയ്യും. കൂടുതൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ റിലീസ് ചെയ്യിച്ച് അവിടെ ന്യൂറോ ട്രാൻസ്മിറ്ററുടെ ഒരു വെള്ളപ്പൊക്കം, ഒരു ഫ്ലഡ് തന്നെ ഉണ്ടാക്കുന്ന രീതിയിൽ ചില രാസവസ്തുക്കൾ പ്രവർത്തിച്ചേക്കാം. അപ്പോൾ മെത്താംഫെറ്റമൈൻ എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ളൊരു പ്രഭാവമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, ഇപ്പോൾ GABA എന്നൊക്കെ പറയുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, അതിൻ്റെ പ്രവർത്തനത്തെ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മന്ദീഭവിപ്പിക്കലിൻ്റെ എഫക്റ്റ് ആയിരിക്കും ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആൽക്കഹോളിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ ഇത് വിശദമായിട്ട് സംസാരിച്ചാണ്. ആൽക്കഹോൾ എന്ന് പറയുന്നത് ഇതുപോലെ ഡിപ്രസൻ്റ് ആക്ഷൻ കാണിക്കുന്നതിൻ്റെ കാരണം ഈ GABA പോലുള്ള മന്ദീഭവിപ്പിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ എൻഹാൻസ് ചെയ്യുന്നത് വഴിയാണ്. അതുപോലെ നമ്മൾ ആങ്സൈറ്റിക്കൊക്കെ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന പല രാസവസ്തുക്കളും ഇതുപോലെ ബ്രെയിൻ ആക്ടിവിറ്റി, അതായത് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അലർട്ടാക്കി ആവശ്യത്തിലധികം ഉയർന്ന എനർജി ലെവലിലേക്ക് നമ്മളെ കൊണ്ടു നിർത്തുന്ന, ഹാർട്ട് റേറ്റ് ഉയർത്തി നിർത്തുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനെ കുറയ്ക്കാൻ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതും ഈ ഗണത്തിൽപ്പെടുന്ന ചില രാസവസ്തുക്കളാണ്. അപ്പോൾ ബ്രെയിനിൽ പലതരത്തിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുമായിട്ട് ഇടപെട്ടാണ് ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് നമ്മളിൽ ഈ ഇഫക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു പരിഗണനയാണ്. കാരണം ബ്രെയിനിലൊരു കമ്പാർട്ട്മെൻ്റലൈസേഷൻ ഓഫ് ഫംഗ്ഷൻ ഉണ്ട്. ബ്രെയിനിലെ പല ഭാഗങ്ങൾ പലതരം ജോലികളിലാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ മുൻഭാഗമാണ് ബൗദ്ധികമായിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള വരുംവരായികളെക്കുറിച്ചുള്ള കണക്ക് കൂട്ടൽ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ ബാധിക്കുന്ന ഒരു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് നിങ്ങളെ കൊണ്ട് ബുദ്ധിയില്ലാതെ പെരുമാറുന്ന തരത്തിൽ ഉള്ളൊരവസ്ഥയിലായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. അതായത് നിങ്ങളുടെ ചിന്താഗതിയെയും നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും നിങ്ങളുടെ യുക്തിചിന്തയെയും ഒക്കെ ഇത്തരം സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിന് തകിടം മറിക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ലിംബിക് സിസ്റ്റത്തെയാണ് ആ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ റെഗുലേഷനെ അത് ബാധിക്കും. കാരണം അതാണ് നിങ്ങളുടെ വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അത് അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ചിരിച്ചേക്കാം, ആവശ്യമില്ലാതെ കരഞ്ഞേക്കാം. നിങ്ങൾക്ക് ഇമോഷൻസിനെ, നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് തകിടം മറിക്കപ്പെടുന്നു. ഇനി നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നും വരുന്ന സിഗ്നലുകളെ പ്രോസസ്സ് ചെയ്യുന്ന സെൻസറി കോർട്ടെക്സ് എന്നൊക്കെ പറയുന്ന ഭാഗത്താണ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ദ്രിയങ്ങളിൽ വരുന്ന ഇൻഫർമേഷൻ എല്ലാം നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുപോലെ ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന രാസവസ്തുവായിട്ട് ബന്ധപ്പെട്ട ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട്. ഡോപ്പമൈൻ മാത്രമല്ല, വേറെയും പല രാസവസ്തുക്കൾ അതിലുണ്ട്. പക്ഷേ ഡോപ്പമൈനാണ് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളതുകൊണ്ട് നമ്മൾ അതുമായിട്ട് ചേർത്താണ് എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളത്. റിവാർഡ് സിസ്റ്റങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക പ്രവൃത്തിയിൽ നമുക്ക് സംതൃപ്തിയും ആനന്ദവും ഒക്കെ തരുന്നതാണ് ഈ റിവാർഡ് സെൻറ്റേഴ്സ്. ഹാപ്പിനെസ്, പ്ലഷർ ഇവയെക്കുറിച്ച് നമ്മൾ ഇതേ ചാനലിൽ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ കോണ്ടെക്സ്റ്റിൽ അതൊന്നുകൂടി കാണാവുന്നതാണ്.
കാണാവുന്നതാണ്. അപ്പോൾ ഈ റിവാർഡ് സെൻറ്ററുകളെ ബാധിക്കുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആനന്ദ അനുഭൂതി അല്ലെങ്കിൽ യൂഫോറിയ എന്നൊക്കെ പറയുന്ന ഒരു ഉന്മാദാവസ്ഥയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇനി വേറൊരു ഭാഗമുണ്ട്, ബ്രെയിൻ സ്റ്റെം. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും പഴക്കമുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ശരീരകർമ്മങ്ങൾ നിയന്ത്രിക്കുന്നത് ബ്രെയിൻ സ്റ്റെമ്മാണ്. പല സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസും ഓവർ ഡോസിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ബ്രെയിൻ സ്റ്റെമ്മിനെ അഫക്റ്റ് ചെയ്യും. ബ്രെയിൻ സ്റ്റെമ്മിനെ അഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള പല ഓട്ടോണോമസ് ആയിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതാണ്, മരണത്തിലേക്ക് പോലും കാരണമായേക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് മസ്തിഷ്കത്തിൻ്റെ ഏത് ഭാഗത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആ ഒരു പ്രത്യേക രാസവസ്തുവിൻ്റെ കെമിസ്ട്രിയാണ് പ്രധാനമായിട്ടും തീരുമാനിക്കുന്നത്. അതാണ് ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് നമ്മുടെ മാനസിക വ്യാപാരങ്ങളെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നും ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഒരു രാസവസ്തു നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ഏത് അളവിലാണ് ചെല്ലുന്നത് എന്നുള്ള പ്രധാനമാണ്. അത് ഏത് വഴിയിലൂടെയാണ് പോകുന്നതെന്നനുസരിച്ച്, നിങ്ങൾ ഓറലി എടുക്കുകയാണോ, വായിലൂടെ എടുക്കുകയാണോ, ഇഞ്ചക്റ്റ് ചെയ്യുകയാണോ, ഇങ്ങനെയുള്ള ഏത് റൂട്ടിലാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നതെന്നനുസരിച്ചിട്ട് അത് ശരീരത്തിൽ എത്ര അളവിൽ എത്തുന്നു എന്നുള്ളതും എത്ര നേരം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതും ഒക്കെ വ്യത്യാസപ്പെടാം. ഇനി ഇതൊക്കെ ആയാൽ പോലും ഈ ഒരു പ്രത്യേക രാസവസ്തു രണ്ടാളുകളിൽ ഒരേ പ്രഭാവം തന്നെ ഒരേ അളവിൽ ഉണ്ടാക്കണം എന്ന് ഗ്യാരണ്ടി ഇല്ല. അവിടെ വേറെയും ഒരുപാട് ഘടകങ്ങൾ സ്വാധീനിച്ചേക്കാം. ഇപ്പോൾ ഒന്ന്, ജനറ്റിക്സ്. രണ്ടാളുകൾക്ക് ജനിതകമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ചില ആളുകളുടെ ശരീരത്തിൽ ചില പ്രത്യേക എൻസൈമുകൾ കൂടുതൽ ആക്റ്റീവായിരിക്കാം, ചില എൻസൈമുകൾ അത്ര ആക്റ്റീവ് അല്ലാതെ വരാം, ചില എൻസൈമുകൾ ചിലപ്പോൾ ഇല്ല എന്ന് തന്നെ വരാം. അത്തരത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വ്യക്തികൾക്കിടയിലുണ്ടാവും. അപ്പോൾ ഒരു പ്രത്യേക രാസവസ്തു അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിനെ എത്ര വേഗം ശരീരത്തിൽ നീക്കം ചെയ്യുന്നു, അത് എത്ര വേഗം മസ്തിഷ്കത്തെ ബാധിക്കുന്നു എന്നുള്ളതിൽ ജനിതകമായിട്ടുള്ള ഘടകങ്ങളും സ്വാധീനം ചെലുത്താം. ഇനി ഉപയോഗിക്കുന്ന സെറ്റിംഗ്, ഉപയോഗിക്കുന്ന മാനസികാവസ്ഥ. ചില ആളുകൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും രോഗാവസ്ഥ ഇതിനകം തന്നെ ഉണ്ടാകും. ആ അവസ്ഥയിൽ ഒരു മരുന്ന് കഴിക്കുന്നതും മാനസികമായി സ്റ്റേബിൾ ആയിരിക്കുന്ന സമയത്ത് ഒരു മരുന്ന് കഴിക്കുന്നതും ഒരേപോലെ പ്രവർത്തിക്കില്ല. നമുക്കറിയാമല്ലോ, ഇത് പ്രവർത്തിക്കുന്നത് മസ്തിഷ്കത്തിലാണ്. മാനസിക ആരോഗ്യത്തിനെ ബാധിക്കുന്ന രാസവസ്തുക്കളിൽ വരുന്ന ഇംബാലൻസും മസ്തിഷ്കത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ കളിസ്ഥലത്ത് കളിക്കുന്ന, പരസ്പരം ഇടപെടുന്ന രണ്ട് കളിക്കാരാണ്. അപ്പോൾ മാനസിക ആരോഗ്യവും ഒരാൾ ഒരു സിന്തറ്റിക് ഡ്രഗോ ഒരു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ബാധിക്കപ്പെടും എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ ഫാക്ടറാണ്. ഇനി ഇതിനകത്ത് മാനസിക രോഗം തന്നെ വേണമെന്നില്ല. നമ്മുടെ മാനസിക അവസ്ഥ, നമ്മൾ മൊത്തത്തിലൊന്ന് മൂഡ് ലോ ആയിരിക്കുന്ന സമയത്താണോ, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണോ, ഇനി നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ്, നമ്മൾ പല സബ്സ്റ്റൻസിൻ്റെയും പേര് പറഞ്ഞു, ഇതെല്ലാം അതാത് രാസവസ്തു നമ്മുടെ മസ്തിഷ്കത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പല പല രാസവസ്തുക്കളുമായിട്ട് എങ്ങനെ ഇൻ്ററാക്ട് ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത്. നമ്മൾ ഈ അകത്തേക്ക് എടുക്കുന്ന രാസവസ്തു എത്രത്തോളം പ്യുവറാണ് എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇതിൽ പല സബ്സ്റ്റൻസസും മറ്റ് പല സബ്സ്റ്റൻസും കൂടെ ചേർന്നായിരിക്കും വരുന്നത്. അതിൽ പലതിനും പല പ്രഭാവമായിരിക്കും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത അവസ്ഥയിൽ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള രൂപത്തിൽ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ രാസവസ്തുവിന് പ്രഡിക്റ്റബിൾ അല്ലാത്ത പല ഫലങ്ങളുമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാക്കുന്നത്. എന്തായാലും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ അത് മസ്തിഷ്കത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെയും നാഡീ സർക്യൂട്ടുകളെയുമാണ് ഈ രാസവസ്തുക്കൾ ബാധിക്കുന്നത്. അങ്ങനെയാണ് ഒരാളുടെ ചിന്താപരമായിട്ടുള്ള സവിശേഷതകളെ അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റേറ്റിനെ, സൈക്കോളജിക്കൽ സ്റ്റേറ്റിനെ ബാധിക്കാൻ ഈ രാസവസ്തുക്കൾക്ക് സാധിക്കുന്നതും അങ്ങനെയാണ് അവ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആയിട്ട് മാറുന്നത്. ഇനി ഈ പറയുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിനെ കുറിച്ചുള്ള ചർച്ചയിൽ നമുക്കറിയാം, നമ്മൾ അതിനെതിരെ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻസ് ആണ് നടത്തുന്നത്. നമ്മളെന്നല്ല, ലോകത്ത് എല്ലായിടത്തും വളരെ സജീവമായിട്ട് ഇന്ന് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുണ്ട്. അത് കാലങ്ങളായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇത്തരം സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിന് നിലവിലുള്ള റിസ്കുകൾ? എന്തൊക്കെ റിസ്കുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്? ഒന്ന്, ആ രാസവസ്തുവിൻ്റെ കെമിക്കൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട റിസ്ക്. ഒരുപക്ഷെ അതിൻ്റെ ടോക്സിസിറ്റി, ഇത് നമുക്കറിയാം. അതും ഇതേ ചാനലിൽ മുമ്പൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വിഷവസ്തു വിഷകരമാകുന്നത് എന്നുള്ളത്. ഒരു രാസവസ്തുവിന് ലീത്തൽ ഡോസ്, അങ്ങനെ പലതരത്തിലുള്ള ടോക്സിക് ഡോസ് എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് ഡോസേജ് ആണ് എപ്പോഴും അത് എത്രത്തോളം ഹാനികരമാണ് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു രാസവസ്തു കൂടിയ അളവിൽ അല്ലെങ്കിൽ ഏത് അളവിലാണ് പോകുന്നത് എന്നുള്ളത് എല്ലാ രാസവസ്തുവിനും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഫെൻറ്റനൈൽ എന്നൊക്കെ പറയുന്ന ചില രാസവസ്തുക്കളാണെങ്കിൽ ഒരല്പം ഓവർഡോസ് ആയാൽ പോലും മരണകാരണമായേക്കാം. അതിൽ ഓരോ രാസവസ്തുവിനും ഓരോ തരം ഡോസേജ് ലിമിറ്റായിരിക്കും ഉണ്ടാകുക. ഇനി അതുപോലെ ചില രാസവസ്തുക്കൾക്ക് അഡിക്റ്റീവ് സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റിവാർഡ് സർക്യൂട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് റിവാർഡ് സർക്യൂട്ടുകളെ തകിടം മറിക്കാൻ കഴിയുന്ന ഒരു ഡോപ്പമിൻ ഫ്ലഡൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന രാസവസ്തുക്കൾക്ക്
വളരെ പെട്ടെന്ന് തന്നെ അഡിക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. എന്താണ് അഡിക്ഷൻ എന്ന് പറയുന്നത്? അഡിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരം ഈ രാസവസ്തുവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഇതുണ്ടാക്കുന്ന സന്തോഷത്തിന് വേണ്ടിയാണ് എടുക്കുന്നത്. അങ്ങനെ തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു ടോളറൻസ് നമ്മുടെ ശരീരം ഡെവലപ്പ് ചെയ്യും. ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന ഒരു രാസവസ്തു നമുക്ക് പ്ലഷർ ഉണ്ടാക്കും. പക്ഷേ ഈ പ്ലഷർ ഉണ്ടാക്കുന്ന വസ്തു തുടർച്ചയായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുൻപ് ഒരു പ്രത്യേക അളവിൽ ഉണ്ടാക്കിയിരുന്ന ഇഫക്റ്റ് ഇനി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അതേ വസ്തു കൂടുതൽ അളവിൽ കിട്ടേണ്ടതുണ്ട് എന്നൊരവസ്ഥയിലേക്ക് ശരീരം എത്തും. അതായത് നമ്മുടെ ന്യൂറോണുകളെ ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്ന വഴിയാണ് മസ്തിഷ്കം ഇത് സാധിച്ചെടുക്കുന്നത്. മസ്തിഷ്കത്തിൻ്റെ ഒരു സേഫ്റ്റി മെക്കാനിസമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എങ്കിലും ഫലത്തിൽ ചെയ്യാൻ പോകുന്നത് ഒരിക്കൽ ഒരു പ്രത്യേക അളവിൽ ഉണ്ടാക്കിയിരുന്ന ആ ഉന്മാദം കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു യൂഫോറിയ എന്ന് പറയുന്ന ആനന്ദാവസ്ഥ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വസ്തു കൂടുതൽ അളവിൽ എടുക്കേണ്ടി വരും. ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കത്തിലെ മറ്റ് രാസവസ്തുക്കളെ പോലെ ഒരു നോർമൽ രാസവസ്തുവായിട്ട് ശരീരം ഇതിനെ കാണാൻ തുടങ്ങും. അവിടെയാണ് നമുക്ക് പതിയെ അഡിക്ഷനും ഡിപ്പെൻഡൻസിയും ഒക്കെ വരാൻ പോകുന്നത്. എങ്ങനെയാണ് ഡിപ്പെൻഡൻസി ആകുന്നത്? ഇനി ഈ രാസവസ്തു ഇല്ലെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുള്ളതായിട്ടായിരിക്കും മസ്തിഷ്കം മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു ബാലൻസിൻ്റെ ഭാഗമായിട്ട് മസ്തിഷ്കം ആ രാസവസ്തുവിനെ കാണാൻ തുടങ്ങുന്നു. അത് ഒരു തരത്തിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇവിടെ അത് നമുക്ക് പ്രതികൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ മസ്തിഷ്കം പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മസ്തിഷ്കം ഇവിടെ പഠിച്ചെടുക്കുന്നത് ഈ രാസവസ്തു, നിങ്ങൾക്ക് ഈ ആനന്ദം തരുന്ന ഈ രാസവസ്തു മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് ആ രാസവസ്തുവിൽ ഒരു ഡിപ്പെൻഡൻസി വരുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ ഡിപ്പെൻഡൻസിയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിയോട് ഉപമിക്കാവുന്ന മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് ആണ് അഡിക്ഷൻ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കും. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ എന്തോ അപകടമാണ് എന്ന മട്ടിൽ നിങ്ങൾ എന്ത് വിധേനയും അത് കിട്ടാൻ ശ്രമിക്കും. അങ്ങനെയാണ് വിത്ഡ്രോവൽ സിംറ്റംസ് ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവിൽ പറയുമല്ലോ, സ്ഥിരം മദ്യം കഴിക്കുന്ന ആൾക്കാർക്ക് മദ്യം കിട്ടാതെ വരുമ്പോൾ കൈവിറ വരുന്നു, ആങ്സൈറ്റി വരുന്നു. ഇതെല്ലാം വിത്ഡ്രോവൽ സിംറ്റംസ് ആണ്. അതായത് നിങ്ങളുടെ ശരീരം ആ രാസവസ്തുവിനോട് ആശ്രിതത്വം ഡെവലപ്പ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പറയുന്ന അമിതാസക്തി നിങ്ങൾക്കുണ്ടാകുന്നു. ഇനി അത് നിങ്ങൾക്ക് ദോഷകരമായ ഒരു രാസവസ്തുവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും, നിങ്ങൾ വായിച്ചോ പഠിച്ചോ മനസ്സിലാക്കിയാലും, നിങ്ങൾ ആരെങ്കിലും ബോധ്യപ്പെടുത്തിയാലും നിങ്ങളുടെ മസ്തിഷ്കം അതിനനുസരിച്ച് പ്രവർത്തിക്കില്ല. ദോഷകരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അത് തേടിപ്പോകും. നിങ്ങൾക്കതിൽ നിന്നും സ്വയം പിന്തിരിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇത് പല രാസവസ്തുക്കൾക്കുമുണ്ട്. പ്രത്യേകിച്ച് മദ്യത്തിനും പുകവലിയിൽ ഉൾപ്പെടുന്ന നിക്കോട്ടിനും, ആൽക്കഹോളിനും നിക്കോട്ടിനും ഇത് നന്നായിട്ടുണ്ട്. പൊതുവിൽ മറ്റ് രാസവസ്തുക്കളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനെ ഡ്രഗായിട്ട് ആരും കൂട്ടില്ല എന്നെങ്കിലും ഇതും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അഡിക്ഷൻ ഇങ്ങനെ പല രാസവസ്തുക്കൾക്കും ഉള്ള, പല സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിനും ഉള്ള ഒരു പ്രത്യേകതയാണ് അഡിക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവ്. നമ്മൾ റിസ്കുകളെ കുറിച്ച് പറയുമ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ റിസ്ക് അഡിക്ഷനാണ്. മറ്റ് റിസ്കുകളും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മാനസികാരോഗ്യം ഏതവസ്ഥയിലാണ് എന്നുള്ളതും, അല്ലെങ്കിൽ ഏതവസ്ഥയിലാണ് നിങ്ങൾ ഇത് എടുക്കുന്നത് എന്നുള്ളതും പ്രശ്നമാണ്. നിങ്ങൾ മാനസികമായി അൺസ്റ്റേബിൾ ആയിരിക്കുന്ന, നിങ്ങൾക്ക് വലിയ ടെൻഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗാവസ്ഥയിൽ തന്നെ ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഒക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. അത് ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോകാം, വയലൻസിലേക്ക് പോകാം. അത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ അത്തരം അവസ്ഥയിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതും സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിലെ ഒരു പ്രധാന റിസ്ക് ആണ്. വേറെയും ഒരുപാട് ഘടകങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണോ ഉപയോഗിക്കുന്നത്, കൂട്ടമായിട്ടാണോ ഉപയോഗിക്കുന്നത്, നിങ്ങൾ പാറ്റേൺ, നിങ്ങൾ എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഇത്തരം സബ്സ്റ്റൻസസ് ഉപയോഗിക്കാൻ സാധ്യത, നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ, നിങ്ങൾക്ക് ഇതിനോടുള്ള ഡിപ്പെൻഡൻസി കൊണ്ട് ചെയ്യുന്നതാണോ, ഇങ്ങനെ പല ഘടകങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കിത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതൊരു ലീഗൽ വസ്തുവാണോ ഇല്ലീഗൽ വസ്തുവാണോ? ലീഗൽ ആണെങ്കിലും ഇല്ലീഗൽ ആണെങ്കിലും ഇത് എത്ര പ്യൂരിറ്റിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എത്ര ഡോസേജിലാണ് നിങ്ങൾ ഇത് അകത്തേക്ക് എടുക്കുന്നത്? ഇങ്ങനെയുള്ള പല ഘടകങ്ങളും നിങ്ങൾ അറിയാത്ത രീതിയിൽ അൺപ്രഡിക്റ്റബിളായിട്ട് പെരുമാറാൻ നിങ്ങളെ പ്രേരിപ്പിക്കും എന്നുള്ളതുകൊണ്ട് കോൺസിക്വൻസസ് പലപ്പോഴും വളരെ ഗുരുതരമായിരിക്കും. ചിലപ്പോൾ മരണകാരണം വരെ ആയിരിക്കുകയും ചെയ്യാം. അപ്പോൾ പല രീതിയിലും സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് നമുക്ക് അപകടം ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ തുറക്കുന്നതുകൊണ്ടാണ് നമ്മൾ പൊതുവിൽ ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനുകളെ പലയിടങ്ങളിലും പല കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി വളരെ പ്രധാനപ്പെട്ട ചില തെറ്റിദ്ധാരണകളെ കുറിച്ചുകൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. ഈ വീഡിയോയിലേക്ക് എന്നെ ട്രിഗർ ചെയ്ത ഒരു പ്രധാന പ്രശ്നം, പലപ്പോഴും നമ്മുടെ മീഡിയയിലോ ചിലപ്പോൾ
റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്ഥാനങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരോ പോലും ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടതുകൊണ്ടാണ്. ഇത്രയും പറഞ്ഞത് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിൻ്റെ സയൻസ് ആണ്. പൊതുവിൽ ഡ്രഗ് അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സാധാരണഗതിയിൽ വരുന്നൊരു പിക്ചർ കൂടി ഒന്ന് പരിശോധിക്കണം. വളരെ റാൻഡമായിട്ട് പെരുമാറുന്ന, മെലിഞ്ഞ, വൃത്തിയില്ലാതെ ഡ്രസ്സം ധരിക്കുന്ന, പല ക്രിമിനൽ ആക്ടിവിറ്റീസിലും പെടുന്ന, വളരെ മോശം ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഡ്രഗ് അഡിക്റ്റിനെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് പലപ്പോഴും ഈ ഡ്രഗ് ഭീതിയെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. നമ്മുടെ പല സിനിമകളും അങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളെ സൃഷ്ടിച്ചോ അല്ലെങ്കിൽ പിക്ചറൈസ് ചെയ്തോ കാണിക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള വാർപ്പ് മാതൃകകൾ അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പുകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് ഈ സിന്തറ്റിക് ഡ്രഗ് എന്ന ഓമന പേരിൽ വിളിക്കുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്നവരുടെ ലോകം. ഇത് പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ നിന്നും സിനിമയിലും സീരിയലുകളിലുമൊക്കെ നമ്മളെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ചില വിഷ്വലുകളിൽ നിന്നുമൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ കുഴപ്പമാണ്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭൂരിഭാഗം പേരും ഇത്തരം സബ്സ്റ്റൻസസിൻ്റെ സയൻസ് എന്താണ് എന്ന് പഠിക്കാൻ പലപ്പോഴും മെനക്കെട്ടെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നിന്നൊക്കെയോ കിട്ടിയ ഇത്തരം ധാരണകളും കൊണ്ട് നമ്മളങ്ങ് ജീവിച്ചു പോകും. ഇവിടെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ശരിക്കും ഡ്രഗ്സിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി നമ്മളത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും എന്താണ് ആ പ്രശ്നം എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ഇപ്പോൾ ചില തെറ്റിദ്ധാരണകൾ എടുക്കാം. ഒന്ന്, ഈ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ വളരെ നിഗൂഢമായിട്ടുള്ള, എവിടെയോ ആരോ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കളാണ് എന്നൊരു ധാരണ നിങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ടാവും. അല്ല, നമ്മളിതുവരെ പറഞ്ഞു കഴിഞ്ഞു, സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിനെ കുറിച്ചാണ് നമ്മളീ പറയുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ ചായയിലും കാപ്പിയിലും കാണുന്ന കഫീൻ ഉൾപ്പെടെ വരും. ഇനി നമുക്ക് വളരെ പരിചയമുള്ള, നമുക്ക് ചുറ്റും നിരവധി ആളുകൾ വളരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോളും നിക്കോട്ടിനും ഇതിൽ ഏറ്റവും കുപ്രസിദ്ധിയുള്ള, ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഗണത്തിൽപ്പെടുന്ന ചില രാസവസ്തുക്കളാണ്. പക്ഷേ ആൽക്കഹോളും നിക്കോട്ടിനും ഒക്കെ നമുക്ക് പരിചയമുള്ളതായതുകൊണ്ട് എന്തോ അത്ര അപകടകാരിയല്ല എന്നൊരു ധാരണ പലർക്കുമുണ്ട്. അല്ല, നമ്മൾ പലപ്പോഴും പേടിപ്പിക്കുന്ന ടോണിൽ പറഞ്ഞു കേൾക്കുന്ന പല രാസവസ്തുക്കളെക്കാളും അപകടം കൂടിയ രാസവസ്തുക്കളാണ് ആൽക്കഹോളും നിക്കോട്ടിനും. പറഞ്ഞു വരുന്നത് രസകരമായിട്ടുള്ള കാര്യം, എൻ്റെ പരിചയത്തിൽ തന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന പല റിസോഴ്സ് പേഴ്സണും പുകവലിക്കുന്നവരോ മദ്യപിക്കുന്നവരോ കൂടിയാണ്. അവർ ഹിപ്പോക്രസി കാണിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇത് ഒരു അങ്ങനത്തെ ആ കൂട്ടത്തിൽപ്പെട്ട അപകടകാരിയായ ഒരു രാസവസ്തുവായിട്ട് അവർ പരിഗണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് പരിചയം കൊണ്ട് തോന്നുന്നത് മാത്രമാണ്. നമ്മൾ ചുറ്റും ഫ്രീ ആയിട്ട് ഇത് കിട്ടും, ഇത് രണ്ടും ലീഗലാണ്, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല, ബാക്കി സിന്തറ്റിക് എന്ന് വിളിക്കുന്ന വേറെ ചില രാസവസ്തുക്കളാണ് കുഴപ്പം എന്ന മട്ടിലാണ് പലപ്പോഴും ഇതിനെ അവതരിപ്പിക്കാറുള്ളത്. സയൻസ് നമ്മളോട് പറയുന്നത് അതല്ല. ഒരു പ്രത്യേക രാസവസ്തു ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും സയൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. പക്ഷേ ഇവിടെ പറയുന്ന തെറ്റിദ്ധാരണ ഈ നമ്മൾക്ക് പരിചയമില്ലാത്ത വസ്തുക്കൾ മാത്രമാണ്, അല്ലെങ്കിൽ ലോകത്ത് വേറെ എവിടെയോ നിഗൂഢമായി ഉണ്ടാക്കപ്പെടുന്ന ചില രാസവസ്തുക്കൾ മാത്രമാണ് ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് പരിചയമുള്ളവരും കൂട്ടത്തിൽ കൂടുതൽ അപകടകാരികളായിട്ടുള്ള ലിസ്റ്റിൽ ഉണ്ട്. ഇനി അഡിക്ഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ പലരും വിചാരിക്കുന്നത് അഡിക്ഷൻ ഒരു വിൽ പവറിൻ്റെ പ്രശ്നമാണെന്നുള്ളതാണ്. അതായത് മനക്കെട്ടി ഉണ്ടെങ്കിൽ നാളെ പിടിച്ച പിടിയാൽ എനിക്ക് മദ്യപാനം നിർത്താവുന്നതേ ഉള്ളൂ എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് മദ്യപാനികളെ കണ്ടിട്ടുണ്ട്. തെറ്റിദ്ധാരണയാണ്. അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ശാരീരിക അവസ്ഥ കൂടിയാണ്. അതായത് നിങ്ങൾക്ക് മാനസികമായിട്ട് ചിന്തിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന അവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ബ്രെയിൻ സ്കാനിങ് ഒക്കെ നമ്മളോട് പറയുന്നത് മസ്തിഷ്കത്തിൽ അഡിക്ഷൻ എന്ന് പറയുന്ന അവസ്ഥ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ മസ്തിഷ്കം അതില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് അഡിക്ഷൻ ഉണ്ടാകുന്നത്. നിങ്ങൾക്കതിനെ ചിന്തിച്ച് ഇല്ലാതാക്കാൻ പറ്റില്ല. അതൊരു മാനസികാവസ്ഥയല്ല. മനക്കെട്ടി ഉള്ളതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ കഴിയണമെന്നുമില്ല. ഇതേ സമയം മറുവശത്തുള്ള തെറ്റിദ്ധാരണ ഈ പറയുന്ന ആൽക്കഹോളും പുകവലിക്കും അപ്പുറമുള്ള ഈ സോ കോൾഡ് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും ഡ്രഗ് അഡിക്ട്സ് ആണ് എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. അല്ല, എല്ലാ സിന്തറ്റിക് ഡ്രഗ്സിനും, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞ വാക്കിനെ കൂടുതൽ പരിചയമുള്ള വാക്കായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് എല്ലാം ഉപയോഗിക്കുന്നവരെല്ലാം അതിന് അഡിക്ട്സ് ആണ് എന്ന തെറ്റിദ്ധാരണ ഒരുപാട് പേർക്കുണ്ട്. തെറ്റാണ്. പല സിന്തറ്റിക് ഡ്രഗ്സിനും അഡിക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവ് മദ്യത്തോളമോ
പുകവലിയോടൊപ്പമോ ഇല്ല, അതിലും കുറവാണ്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് തന്നെ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും അഡിക്റ്റഡ് ആയിക്കൊള്ളണമെന്നില്ല. അഡിക്ഷൻ എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ കുറച്ച് പേർക്ക് സംഭവിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഒരുപാട് പേര് അത് അഡിക്ഷനിലേക്ക് പോകാതെ ഉപയോഗിക്കുന്നുണ്ട്. അത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ള ചോദ്യം വേറെ തന്നെയാണ്. എല്ലാ ഡ്രഗ് യൂസേഴ്സും അഡിക്റ്റ് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അതുപോലെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെല്ലാം ക്രിമിനലുകളാണ്, അല്ലെങ്കിൽ അവരെല്ലാം വളരെ മോശം സാമൂഹിക പശ്ചാത്തലമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരൊക്കെ മടിയന്മാരോ ഉത്തരവാദിത്വ ബോധമില്ലാത്തവരോ ആണ്. ഇങ്ങനെയൊക്കെയുള്ള പല ധാരണകളും സിനിമകളൊക്കെ ചേർന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് പലപ്പോഴും യാഥാർത്ഥ്യത്തിന് നിരക്കുന്ന ധാരണകളല്ല. ഡ്രഗ്സിൻ്റെ ഉപയോഗം ഇത്തരത്തിലുള്ള പല അവസ്ഥകളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചേക്കാം എന്നുള്ളത് സത്യമാണ്. ചിലപ്പോൾ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിൻ്റെ പുറത്ത് നിങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെട്ടേക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വന്ന് നിങ്ങൾ ശരിക്കും മോശം സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് പോയേക്കാം. ഇതെല്ലാം സത്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് ലൈഫിനെയോ നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധങ്ങളെയോ ഒക്കെ ബാധിക്കുന്ന തലത്തിലേക്ക് അത് നിങ്ങളെ ബാധിച്ചേക്കാം. അതെല്ലാം സത്യമാണ്. പക്ഷേ ഈ ഡ്രഗ് ഉപയോഗിക്കുന്നവർക്കെല്ലാം മോശം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കുമെന്നോ, അവർക്ക് നേരെ ഒരു ജോലിയിൽ തുടരാൻ കഴിയില്ല എന്നോ, അല്ലെങ്കിൽ അവർക്കെല്ലാം ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകുമെന്നോ എന്നൊക്കെ കരുതുന്നത് നമുക്ക് എവിടെ നിന്നോ കിട്ടിയിരിക്കുന്ന ചില തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ഇതൊന്നും ഗ്യാരണ്ടീഡ് അല്ല. ഒരുപാട് പേര് യാതൊരുവിധ ക്രിമിനൽ ആക്ടിവിറ്റീസിലും ഇടപെടാതെ ഇത്തരം ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരായിട്ടുണ്ട്. ആ ഉപയോഗിക്കുന്ന ഡ്രഗ് ഇല്ലീഗൽ ഡ്രഗ് ആണെങ്കിൽ ഇല്ലീഗൽ ഡ്രഗ് കൈവശം വെക്കുക എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ആക്ട് അവർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാകാം എന്നേ ഉള്ളൂ. അതായത് അവർ ചെയ്യുന്ന കുറ്റം എന്ന് പറയുന്നത് ആ ഇല്ലീഗൽ രാസവസ്തു കയ്യിൽ വെക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ക്രൈം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന കൊലപാതകം, ആക്രമണം തുടങ്ങിയ അവസ്ഥകളിലേക്ക് പോകുമെന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. അത് ചില സാഹചര്യങ്ങൾ ചില ആളുകൾ ചെയ്യുന്നുവെന്നേ ഉള്ളൂ. ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് പേര് ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ലേസിയോ ഇറസ്പോൺസിബിളോ ആയിട്ടുള്ള ആൾക്കാരാണ് ഡ്രഗ് യൂസേഴ്സ് എന്ന് വിചാരിക്കുന്നതിനകത്തും ആവശ്യമുണ്ട്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി സ്വന്തം ജോലിയിൽ ശോഭിക്കുന്ന, കാഴ്ചയ്ക്ക് എന്നെയും നിങ്ങളെയും ഒക്കെ പോലുള്ള നോർമൽ ജീവിതം ജീവിക്കുന്ന ഒരുപാട് പേര് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചോദ്യം. നമുക്ക് സിനിമയിൽ കണ്ട രൂപഭാവങ്ങളോട് കൂടിയുള്ള ഡ്രഗ് യൂസേഴ്സിനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എവിടെ ഡ്രഗ് എന്ന് നിങ്ങൾ ചോദിക്കും. അല്ല, ഒരുപാട് പേര് അവരുടെ പ്രത്യേകിച്ച് ജോലിയിലോ ബന്ധങ്ങളിലോ ഒന്നും കാര്യമായ ഒരു അസ്വാഭാവികതയും ഇല്ലാതെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മോശം സാമൂഹിക പശ്ചാത്തലത്തിലുള്ളവരാണ് ഇതിലേക്കൊക്കെ ചെന്ന് പെടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. അതിൽ ഈ ആരാണ് ഡ്രഗ് യൂസർ ആകുന്നത്, ആർക്കാണത് കിട്ടുന്നത്, ആരൊക്കെയാണ് ഇതിലേക്ക് അഡിക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിൽ ഒരാളുടെ അത് ആണാണോ പെണ്ണാണോ എന്നുള്ളതോ, അയാൾ ഏത് സോഷ്യൽ ക്ലാസ്സിൽ ജനിച്ച ആളാണെന്നുള്ളതോ, അയാൾ പണക്കാരൻ്റെ മക്കളാണോ അതോ പാവപ്പെട്ടവൻ്റെ മക്കളാണോ എന്നുള്ളതോ, അല്ലെങ്കിൽ അവർ എഡ്യൂക്കേറ്റഡ് ആണോ അൺഎഡ്യൂക്കേറ്റഡ് ആണോ, ഇതൊന്നും ഒരു വിഷയമല്ല. പ്രത്യേകിച്ച് അഡിക്ഷനിലേക്കൊക്കെ പോകുന്ന കേസിൽ മസ്തിഷ്കത്തിൻ്റെ കെമിസ്ട്രി മാത്രമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. മസ്തിഷ്കത്തിലെ കെമിക്കലുകൾക്ക് അറിയില്ല നിങ്ങൾ ഉന്നത കുലജാതനാണോ അതോ നിങ്ങൾ വലിയ IAS ഓഫീസറാണോ, ഇതൊന്നും അവിടെ തിരിച്ചറിയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത്തരം സ്റ്റീരിയോ ടൈപ്പുകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു സ്റ്റീരിയോ ടൈപ്പ് കൂടി പോസിറ്റീവായിട്ട് പറയേണ്ടതുണ്ട്. അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റിദ്ധാരണയാണ്. അതായത് ഒരിക്കൽ അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഇനി തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തവർ നിങ്ങൾ പെട്ടു എന്നല്ല എൻ്റെ അർത്ഥം. അഡിക്ഷന് ചികിത്സ സാധ്യമാണ്. എല്ലാ കേസിലും 100% കൃത്യതയോടുകൂടി അത് പറയാൻ കഴിഞ്ഞോളണം എന്നില്ല എന്നേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ആൾക്കാർ അഡിക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയ ശേഷം അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിലൂടെ തിരിച്ചു വന്നിട്ടുണ്ട്. പൊതുവിൽ ഇതിന് അപവാദമായിട്ട് പറയാവുന്ന കേസുകൾ റീലാപ്സ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതായത് അഡിക്ഷന് ചികിത്സ എടുത്ത് അഡിക്ഷനിൽ നിന്നും മുക്തി നേടിയ ശേഷം പിന്നെയും ഒരു സാഹചര്യത്തിൽ ഇതിലേക്ക് തിരിച്ചു പോകുന്ന കേസുകളും ഉണ്ട്. അത് പക്ഷേ ചികിത്സ പരാജയപ്പെട്ടതിൻ്റെ ലക്ഷണമല്ല. ചികിത്സ ഫലിച്ചു, പക്ഷേ മസ്തിഷ്കം പലപ്പോഴും ഇനിയും ആ അഡിക്ഷനിലേക്ക് പോകാനുള്ള പ്രവണത അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകാം. ആ രാസവസ്തു മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അയാൾ മാനസികമായിട്ട് മറ്റൊരു ആരോഗ്യാവസ്ഥയിൽ പ്രശ്നം വരുന്നുണ്ടാകാം, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം. ഒരിക്കൽ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയും അയാൾ അഡിക്ഷനിലേക്ക് പോകില്ല എന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം അഡിക്ഷനിൽ പെട്ടാൽ പിന്നെ തിരിച്ചു വരവില്ല എന്നല്ല എന്ന് ആവർത്തിക്കുന്നു. അഡിക്ഷന് ചികിത്സയുണ്ട്. അതിന് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ അതിന് തെളിവുകളായിട്ട് നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്. ഇനി ഒരു രാസവസ്തു ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? ദുഃഖകരമായിട്ടുള്ള കാര്യം അത് സയൻസ് അല്ല, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺസിൻ്റെ പുറത്തല്ല പലപ്പോഴും
ഈ രാസവസ്തുക്കൾ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ലീഗലോ ഇല്ലീഗലോ ആയിട്ടുള്ള സ്റ്റാറ്റസുകളിൽ എത്തിപ്പെടുന്നത്. അതിൽ മറ്റൊരുപാട് കാരണങ്ങൾ പലപ്പോഴും പ്രവർത്തിക്കാറുണ്ട്. സാംസ്കാരികമായിട്ടുള്ള കാരണങ്ങളുണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളുണ്ടാകും, വർഗപരമായിട്ടുള്ള കാരണങ്ങളുണ്ടാകും, വംശീയമായിട്ടുള്ള കാരണങ്ങളുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ, രാഷ്ട്രീയ കാരണങ്ങൾ പലപ്പോഴും സയൻസിനെ പരിഗണിച്ചിട്ടല്ല ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. നമുക്ക് കഞ്ചാവിൻ്റെ ഉദാഹരണം എടുക്കാം. കഞ്ചാവിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 എക്സ്ട്രീമിലുള്ള വാദങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, കഞ്ചാവ് ഒരു പ്രശ്നമില്ലാത്ത രാസവസ്തുവാണ്, അത് വെറുതെ ആളുകൾ ഇല്ലീഗലാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മറിച്ച് കഞ്ചാവ് ബാക്കി എല്ലാ ഈ പറയുന്ന പേടിപ്പെടുത്തുന്ന സിന്തറ്റിക് ഡ്രഗുകളുടെയും കൂട്ടത്തിലുള്ളതുകൊണ്ട് അതിനെ അടുപ്പിക്കാനേ പാടില്ല എന്ന് പറയുന്ന വാദങ്ങളും കാണാൻ പറ്റും. യാഥാർത്ഥ്യം ഇതിൻ്റെ നടുക്കാണ്. കഞ്ചാവിന് മദ്യത്തോളം ആസക്തി ഉണ്ടാക്കാനുള്ള കഴിവില്ല. അതാണ് യാഥാർത്ഥ്യം. നമുക്ക് പക്ഷേ മദ്യം കുഴപ്പമില്ലാത്ത ഒരു നോർമൽ വസ്തുവായിട്ടും കഞ്ചാവ് പലപ്പോഴും ഒരു പേടിപ്പെടുത്തുന്ന സാധനമായിട്ടുമായിരിക്കും ചിലരെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നത്. കഞ്ചാവിന് മദ്യത്തോളം അഡിക്ഷൻ ഉണ്ടാക്കാനുള്ള ശേഷിയില്ല. പക്ഷേ കഞ്ചാവിന് പൂർണ്ണമായും അഡിക്ഷൻ ഉണ്ടാക്കാൻ കഴിയില്ല എന്നും പറയാൻ പറ്റില്ല. കഞ്ചാവ് മാത്രമല്ല, ഇതിൽ പല രാസവസ്തുക്കളും നമ്മൾ പറഞ്ഞല്ലോ, സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് പറയുമ്പോൾ മാനസിക വ്യാപാരങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന രാസവസ്തുക്കളാണ്. മാനസിക രോഗങ്ങളുള്ള ആളുകളെ മരുന്നുപയോഗിച്ച് ചികിത്സിക്കേണ്ടി വരുമ്പോഴും നമുക്ക് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടി വരിക. അതാണ് ഈ പ്രശ്നത്തെ പലപ്പോഴും സങ്കീർണമാകുന്നത്. അതായത് മാനസിക രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പല മരുന്നുകൾക്കും ഈ പറയുന്ന റിക്രിയേഷണൽ യൂസ് കൂടി സാധ്യമാണ്. റിക്രിയേഷണൽ യൂസും മെഡിസിനൽ യൂസും നമ്മൾ വേർതിരിച്ചറിയേണ്ടതുണ്ട്. റിക്രിയേഷണൽ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആനന്ദത്തിനോ അത്തരത്തിലുള്ള സന്തോഷം കണ്ടെത്തുന്നതിനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിനെ റിക്രിയേഷണൽ യൂസ് എന്ന് വിളിക്കുന്നത്. മറിച്ച് ഒരു രോഗാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മരുന്നെന്ന രൂപത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് മെഡിസിനൽ യൂസ് എന്ന് പറയുന്നത്. ഒരേ രാസവസ്തു തന്നെ മെഡിസിനൽ ആയിട്ടോ റിക്രിയേഷണൽ ആയിട്ടോ ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇവ രണ്ടിൻ്റെയും പ്രവർത്തനം ഒന്ന് തന്നെയാണ്. മസ്തിഷ്കത്തിൽ ഒരേതരം പ്രവർത്തനം തന്നെയാണ് ഈ 2 പ്രഭാവങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ കഞ്ചാവ് അല്ലെങ്കിൽ കനാബിസ് എന്ന് പറയുന്ന പ്ലാന്റ് ഡിറൈവ്ഡ് ആയിട്ടുള്ള അതൊരു സിന്തറ്റിക് ഡ്രഗ് അല്ല. അത് പ്രകൃതിയിൽ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന രാസവസ്തുവാണ്. അതിന് തീർച്ചയായിട്ടും മെഡിസിനൽ വാല്യൂ ഉണ്ട് എന്ന് നിരവധി ഗവേഷണ പഠനങ്ങൾ അസന്നിഗ്ധമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. അതിന് മദ്യത്തോളം ആസക്തി ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതും സത്യമാണ്. വളരെ അഡിക്റ്റീവ് പൊട്ടൻഷ്യൽ കുറഞ്ഞ ഒരു രാസവസ്തുവാണ് കഞ്ചാവ്. ഇനി ചിലരെങ്കിലും അതിനെ ഒരു ഗേറ്റ് വേ ഡ്രഗ് ആണെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതായത് കഞ്ചാവിന് ഈ പറയുന്ന അത്ര വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും കഞ്ചാവ് ഉപയോഗിച്ച് കൂടുതൽ പ്രശ്നം പിടിച്ച ഹാർഡ് ഡ്രഗ്സിലേക്ക് ആളുകൾ എത്തിപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നം പിടിച്ച ഡ്രഗ്സിലേക്കുള്ള ഒരു ഗേറ്റ് വേ ഡ്രഗാണ് കഞ്ചാവ് എന്നും വിളിക്കുന്നവരുണ്ട്. പക്ഷേ ഈ വാദവും വിദഗ്ധരുടെ ഇടയിൽ തർക്കം നിലനിൽക്കുന്ന ഒന്നാണ്. അതായത് കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഹാർഡ് ഡ്രഗ്സിലേക്ക് പോകാതെ കഞ്ചാവ് തന്നെ ഉപയോഗിച്ച് തുടരുന്നതായിട്ട് നമുക്കറിയാം. അതായത് അവർ ഹാർഡ് ഡ്രഗ്സിലേക്ക് പോകുമെന്ന് ഗ്യാരണ്ടി ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇനി ഈ ഹാർഡ് ഡ്രഗ്സിലേക്ക് പോയവർ കഞ്ചാവ് ഉപയോഗിച്ചത് കൊണ്ടാണ് പോയത് എന്നർത്ഥമില്ല. അതായത് കഞ്ചാവ് പലയിടങ്ങളിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇന്നും ഇല്ലീഗലാണ്. ഇല്ലീഗലായിട്ടുള്ള കഞ്ചാവ് ഒരാൾക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം അയാൾക്ക് ഇല്ലീഗൽ മാർക്കറ്റുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഇല്ലീഗൽ മാർക്കറ്റിലേക്ക് നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കഞ്ചാവ് മാത്രമല്ല ഉള്ളത്, നിങ്ങൾക്ക് ഒരുപാട് ഇല്ലീഗൽ വസ്തുക്കൾ അവിടെ കിട്ടും. അപ്പോൾ കൂടുതൽ ഹാർഡ് ഡ്രഗ്സിലേക്കുള്ള ഒരു ഓപ്പണിംഗ് കൂടി നിങ്ങൾക്ക് കഞ്ചാവിലൂടെ കിട്ടുകയാണ്. പക്ഷേ കഞ്ചാവിൻ്റെ സയൻസുമായിട്ട് അതിന് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു തർക്കം പിടിച്ച വാദമാണ്. ലീഗൽ സ്റ്റാറ്റസും ഇല്ലീഗൽ സ്റ്റാറ്റസും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിന് ഉദാഹരണമായിട്ട് നമുക്ക് 2 സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിൻ്റെ കാര്യം എടുക്കാം. ഒന്ന് ഈ പറഞ്ഞ കനാബിസ് തന്നെയാണ്. അമേരിക്കയിൽ കനാബിസ് ബാൻഡാണ്. എങ്ങനെയാണ് അമേരിക്കയിൽ കനാബിസ് ബാൻഡ് ആകുന്നത് എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും. അതിന് പിന്നിൽ അങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനങ്ങളൊന്നുമില്ല. എന്ന് മാത്രമല്ല ഈ കനാബിസ് ബാനിനെ അവിടുത്തെ മെഡിക്കൽ കൗൺസിൽ എതിർക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഈ കനാബിസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഈ മെക്സിക്കൻ ഇമിഗ്രൻസ്, അനധികൃതമായിട്ട് മെക്സിക്കോയിൽ നിന്നും കുടിയേറുന്ന ആളുകളും അതുപോലെ അവിടുത്തെ ബ്ലാക്ക് വംശജരായിട്ടുള്ള കറുത്ത വംശജരായിട്ടുള്ള ജാസ് സിംഗേഴ്സും ഒക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നിയമപരമായിട്ട് ഇത്തരം വിഭാഗങ്ങളെ അടിച്ചൊതുക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപാധിയായിട്ടാണ് ഈ കഞ്ചാവിനുള്ള നിരോധനം അവിടെ വരുന്നത്. ഇത് സത്യത്തിൽ മെഡിസിനൽ പർപ്പസിന് വേണ്ടി കഞ്ചാവിൽ ഗവേഷണം നടത്താനുള്ള സാധ്യതകൾ കൂടി അടച്ചു കളഞ്ഞതുകൊണ്ടാണ് പലപ്പോഴും സയൻറ്റിഫിക് വേൾഡിൽ നിന്നും ഇതിന് എതിർപ്പുകൾ പോലും നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതായത് കനാബിസിന് മുകളിലുള്ള ബാൻ പലപ്പോഴും
രാഷ്ട്രീയ കാരണങ്ങളാൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇനി അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ലിസർജിക് ആസിഡ് ഡൈ ഇഥൈൽ അമൈഡ് എന്ന് വിളിക്കുന്ന LSD എന്ന് പറയുന്ന രാസവസ്തു. 1940-കളിൽ മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് പറ്റിയ ഒരു വളരെ പ്രതീക്ഷ നൽകുന്ന മരുന്ന് എന്ന നിലയിലാണ് ആദ്യമായിട്ട് ഇത് കണ്ടെത്തപ്പെടുന്നത്. LSD ഒരു സിന്തറ്റിക് ഡ്രഗാണ്, അത് വികസിപ്പിച്ചെടുക്കപ്പെട്ടതാണ്. എന്നാൽ ഇതിന് ഒരു റിക്രിയേഷണൽ യൂസ് കൂടി ഉണ്ട്. കാരണം അതിന് അത്തരത്തിലുള്ള ചില ഇഫക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ചികിത്സിക്കാൻ മാത്രമല്ല റിക്രിയേഷണൽ ആവശ്യങ്ങൾക്കും അതിന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇത് കൂടുതൽ എത്തിച്ചേർന്നത് നമുക്കറിയാവുന്ന കൗണ്ടർ കൾച്ചർ മൂവ്മെൻറ്റ്സ് എന്നൊക്കെ വിളിക്കുന്ന ഹിപ്പികൾ, അങ്ങനെയുള്ള ആൾട്ടർനേറ്റ് കൗണ്ടർ കൾച്ചർ മൂവ്മെൻറ്റുകളിലാണ് കൂടുതലും ഇത്തരം രാസവസ്തുക്കൾക്ക് പ്രോത്സാഹനം കിട്ടിയത്. അതുപോലെ സർക്കാരിൻ്റെ അധികാരത്തിനെതിരെ സംസാരിച്ച പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയ ചെറുപ്പക്കാരും പൊതുവെ LSDയിലേക്ക് ഒരു റിക്രിയേഷണൽ വാല്യൂ കണ്ടെത്തി. ഇവരെ അടിച്ചമർത്താനുള്ള ഒരു നീക്കം എന്ന നിലയിലാണ് അമേരിക്കൻ ഗവൺമെൻറ് LSD നിരോധിക്കുന്നത്. ഇതിനും ശാസ്ത്രലോകത്തു നിന്നും സത്യത്തിൽ വളരെ നെറ്റുചുളിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഉണ്ടായത്. കാരണം മാനസിക രോഗങ്ങൾക്കുള്ള വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മരുന്നിൽ ഗവേഷണം നടത്താനുള്ള അവസരങ്ങളെല്ലാം അടഞ്ഞു പോവുകയാണ് അവിടെ ഉണ്ടായത്. പക്ഷേ ഇന്ന് പാർഷ്യലായിട്ട് അതിൽ ചില ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ആ ബാൻ നീക്കം ചെയ്യലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിന് മുകളിലുള്ള നിരോധനങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് പിന്നിൽ അങ്ങനെ ഒരു സയൻറ്റിഫിക് കൺസെൻസസ് ഇല്ല. ഇനി നമുക്ക് ലീഗലായിട്ട് കിട്ടുന്ന സംഗതികൾ എന്തൊക്കെയാണ്? മദ്യവും പുകവലി എന്ന നിക്കോട്ടിൻ രാസവസ്തുവും. ഇത് രണ്ടും നമ്മൾ ഏത് പഠനം എടുത്ത് നോക്കിക്കോളൂ, ഒരു രാസവസ്തുവിൻ്റെ റിസ്കിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഗ്രേഡ് ചെയ്യുന്ന ഏത് പഠനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ടോപ്പ് ലിസ്റ്റിൽ ഇത് രണ്ടും ഉണ്ടാകും. പക്ഷേ ഇത് രണ്ടും നമുക്ക് ലീഗലാണ്, സാധാരണമാണ്. ഇത് രണ്ടിനെയും ചുറ്റിപ്പറ്റി വലിയ വലിയ ഇൻഡസ്ട്രികളും മാഫിയകളും നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ഇല്ലീഗൽ സ്റ്റാറ്റസ് നിൽക്കുന്ന പല രാസവസ്തുക്കളും ഇതിനേക്കാൾ സേഫ് ആണെങ്കിലും അതിന് മുകളിലുള്ള നിരോധനം നിൽക്കുന്നതിന് ഒരു ഘടകമായിട്ട് ഇത്തരം വലിയ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള ലോബിയിങ്ങും പ്രവർത്തിക്കുന്നുണ്ടാകും. അങ്ങനെ പല രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ് സത്യത്തിൽ ഈ ഡ്രഗിൻ്റെ ലീഗൽ സ്റ്റാറ്റസ്. ഇതൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഈ ഡ്രഗ് യൂസിനെ സാധാരണവൽക്കരിക്കുന്ന, നോർമലൈസ് ചെയ്യുന്ന വാദങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ സംസാരിക്കുന്നത് ഡ്രഗ്സിൻ്റെ സയൻസാണ്. അതിൽ തന്നെ നിലവിൽ ലീഗൽ ഇല്ലീഗൽ സ്റ്റാറ്റസിലുള്ള പബ്ലിക് പെർസെപ്ഷനിലുള്ള പ്രശ്നങ്ങളെ എത്രത്തോളം സയൻറ്റിഫിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അത്തരം വാദങ്ങളൊക്കെ എത്രത്തോളം സയൻറ്റിഫിക്കാണ് എന്ന് പരിശോധിക്കാനാണ് നമ്മൾ ഈ ശ്രമിക്കുന്നത്. ഡ്രഗ് യൂസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ മസ്തിഷ്ക വികാസം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കൗമാരക്കാരിൽ ഒക്കെ അതീവ ഗൗരവകരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. നമ്മളതിനെ തീർച്ചയായിട്ടും പ്രതിരോധിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുകയും വേണം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ്റെ ശക്തമായ വക്താക്കളിൽ ഒരാൾ തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണ് എന്ന് കണ്ടതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം വേണം പരിഹരിക്കാൻ. സിനിമകളിൽ നിന്നും കിട്ടിയ ഇംപ്രഷനിലൂടെയോ മീഡിയ സെൻസേഷണലിസത്തിൻ്റെയോ ഹൈപ്പിൻ്റെയോ അടിസ്ഥാനത്തിലാകരുത് നമ്മുടെ തീരുമാനമെടുക്കേണ്ടത് എന്ന് മാത്രമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്തെങ്കിലും തരത്തിൽ ഡ്രഗ് യൂസിനെ പ്രോത്സാഹിപ്പിക്കാം എന്നല്ല, അല്ലെങ്കിൽ ആ മദ്യത്തെക്കാലുമോ നിക്കോട്ടിനെക്കാളുമോ താരതമ്യേന അപകടം കുറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട് അതിനെ നാളെ മുതൽ എല്ലാവർക്കും കൊടുക്കാം എന്നുമല്ല ഈ പറഞ്ഞു തരുന്നത്. പക്ഷേ അത് മനസ്സിലാക്കി വേണം അതിനെ കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് കേരളത്തിൽ മയക്കുമരുന്നിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിനകത്ത് ഒരുപാട് പോരായ്മകളുള്ളതായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ എത്രയും പെട്ടെന്ന് അതിനൊരു ക്രിമിനൽ ആക്റ്റായിട്ട് കണ്ട് ശിക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശിക്ഷിക്കാനുള്ള ശ്രമം ഒരിക്കലും കറക്ഷനുള്ള ശ്രമത്തിന് തുല്യമാവില്ല. അത് എത്രയും വേഗം ഡ്രഗ് ഉപയോഗിക്കുന്ന സകല ആൾക്കാരെയും പിടിച്ച് കുറ്റം ചാർത്തി അവരെ പത്രത്തിൽ ഫോട്ടോ കൊടുത്ത് ക്രിമിനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം വഷളാക്കുക പോലും ചെയ്തേക്കാം. ഇപ്പോൾ ഉദാഹരണം, പലപ്പോഴും പിടിക്കപ്പെടുന്നത് മോശം സാമൂഹിക സാഹചര്യത്തിൽ പിന്നാക്കം നിൽക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ ഉള്ള ആളുകളായിരിക്കും പിടിക്കപ്പെടുന്നത്. കാരണം അവരാണ് എക്സ്പോസ് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത്. അവരെ നമ്മൾ പിടിച്ചാൽ, അല്ലെങ്കിൽ അക്കൂട്ടത്തിലാണ് പലപ്പോഴും അഡിക്ട്സ് ഉള്ള ആളുകളുണ്ട് എന്ന് വിചാരിച്ചോളൂ. അവർക്ക് അഡിക്ഷൻ ഒരു രോഗാവസ്ഥയാണ്, അതിന് ചികിത്സ വേണം. പക്ഷേ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ സബ്സ്റ്റൻസിന് മുകളിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് സഹായം തേടേണ്ടത്? അതായത് അവർ ഒരു ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു,
പക്ഷെ അവരിപ്പോൾ ഒരു പ്രശ്നത്തിലാണ്, അവർക്ക് സഹായം വേണം. പക്ഷേ സഹായം ചോദിച്ചാൽ അവർ എക്സ്പോസ് ചെയ്യപ്പെടും, അവർ പെട്ടെന്ന് തന്നെ കുറ്റവാളിയാക്കപ്പെടും. ഇനി ആ സഹായം അവർക്ക് കിട്ടില്ല. അപ്പോൾ സഹായം ചോദിക്കാനുള്ള സാധ്യത നമ്മൾ അവിടെ അടയ്ക്കുന്നുണ്ട്. ഇനി ഡ്രഗ് യൂസിൻ്റെ പേരിൽ ചിലപ്പോൾ അത് നിസ്സാരമായിട്ടുള്ള അളവിലോ ഒക്കെ ആയിരിക്കാം. പക്ഷേ നിയമത്തിൻ്റെ കണ്ണിൽ അത് നിസ്സാരമല്ലെങ്കിൽ പോലും അത് അപകടകരമായ അളവിൽ അല്ലാതിരിക്കാം. പക്ഷേ ഒരാൾ പെട്ടെന്ന് ക്രിമിനൽ എന്ന ലേബലിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ അയാളെ മാർജിനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരിക്കൽ ക്രിമിനൽ എന്ന പേര് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്രിമിനൽ ആക്ഷനുകളുമായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ക്രിമിനൽ സംഘങ്ങളുമായിട്ട് ബന്ധം വെക്കാനോ ഉള്ള ഒരു എളുപ്പ വഴി കൂടി അവിടെ തുറന്നു കിട്ടും. അതായത് പിന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവർക്ക് കയറാൻ കഴിയാത്തൊരു സാഹചര്യം വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ പിന്നെ അവർ കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയാണ് നമ്മൾ തുറന്നിടുന്നത്. അപ്പോൾ അതേസമയം നമ്മൾ മദ്യത്തെയും പുകവലിയെയും കുറിച്ച് കാര്യമായി ഒന്നും പറയാതിരിക്കുക കൂടി ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും വളരെ വികലമായിട്ടുള്ള ഒരു ധാരണയാണ് നമ്മുടെ സമൂഹത്തിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ളത്. ഇനി അടുത്തിടെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇരുന്ന് പറയുന്നൊരു വാചകം ശ്രദ്ധയിൽപ്പെട്ടു. അതിങ്ങനെയാണ്: ഒരാൾ MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 15 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ അയാളെ സൂക്ഷിക്കണം, അയാൾ അപകടകാരിയാണ് എന്നുള്ളതാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് മൊത്തത്തിൽ എന്തോ ഒരു പോരായ്മ തോന്നിയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഈ MDMA എന്ന് പറയുന്ന രാസവസ്തു, അതിനെ മോളി എന്നൊക്കെയുള്ള പല പേരിലും വിളിക്കപ്പെടുന്നുണ്ട്, ഈ രാസവസ്തു ഏത് ഗണത്തിൽപ്പെടുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണെന്ന് തുടക്കത്തിൽ പറഞ്ഞു. അത് എൻറ്റാക്ടോജൻ അല്ലെങ്കിൽ എംപതോജൻ എന്ന് വിളിക്കുന്ന ഒരു ഗണത്തിൽപ്പെടുന്ന രാസവസ്തുവാണ്. അതിൻ്റെ നമ്മുടെ മസ്തിഷ്കത്തിലുള്ള പ്രഭാവം എന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷൻസിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൂടുതൽ വാംത്തോടു കൂടി കൂടുതൽ ഊഷ്മളമായി വൈകാരികമായി പെരുമാറാനുള്ള സാധ്യതയാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്. അത് നമ്മളെ എന്തെങ്കിലും തരത്തിൽ കൂടുതൽ ക്രിമിനൽ വാസനയുള്ള ഒരാളാക്കി മാറ്റും, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അപകടകാരിയായ ഒരാളാക്കി മാറ്റും എന്ന് തെളിയിക്കുന്ന ഒരു പഠനവും നിലവിലില്ല. അതിൻ്റെ അർത്ഥം MDMA ഉപയോഗിച്ച ഒരാൾ വേറെ ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യില്ല എന്നുള്ളതല്ല. അയാൾ ഈ MDMA ഏത് അളവിൽ ഉപയോഗിച്ചു, അയാൾ അത് ഒറ്റയ്ക്കാണോ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും, അതായത് പോളി ഡ്രഗ് യൂസ് എന്ന് വിളിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും അപകടം പിടിച്ചൊരു പ്രാക്ടീസ് ഉണ്ട്. ഒന്നിലധികം ഡ്രഗ്സ് മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. ഇനി ഈ ഡ്രഗ് ഇല്ലീഗലായിട്ടുള്ളൊരു ഡ്രഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മോണിറ്റർ ചെയ്യാൻ യാതൊരു സംവിധാനം ഉണ്ടാവില്ലല്ലോ. അതിനകത്ത് തീർച്ചയായിട്ടും മായം കലർത്തപ്പെടാം. കാരണം ഡ്രഗ്സിലേക്ക് പെട്ടെന്ന് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന മാഫിയകൾ, തീർച്ചയായിട്ടും ഇല്ലീഗലായിട്ട് ബ്ലാക്ക് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന മാഫിയകൾ പെട്ടെന്ന് ആളുകളേക്ക് അഡിക്റ്റ് ആക്കാൻ സാധ്യതയുള്ള പല മിക്സിങ്ങും ഇതിനകത്ത് നടത്തും. അപ്പോൾ അതിൻ്റെ പ്രഭാവം എന്തായിരിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റാറ്റസിലാണോ അത് ഉപയോഗിക്കപ്പെട്ടത് നമുക്കറിയില്ല. അയാൾ MDMA ഉപയോഗിച്ചു എന്ന് പറയുന്നതല്ലാതെ അയാൾ ഏത് സാഹചര്യത്തിൽ, ഇനി അയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള ആളാണോ, അല്ലെങ്കിൽ തന്നെ വയലൻ്റ് ആയിട്ടുള്ള ടെൻഡൻസികൾ കാണിക്കുന്ന ആളാണോ ഈ MDMA ഉപയോഗിച്ചത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കിട്ടിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ അറുത്ത് മുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കഴിയൂ. MDMA ഉപയോഗിക്കുന്ന ഒരാൾ 15 മണിക്കൂർ നേരത്തേക്ക് തീർത്തും അപകടകാരിയായിരിക്കും എന്ന് പറയുന്നത് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനുകളിൽ ഇരിക്കുന്ന ആൾക്കാരത് പറയുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിച്ചിട്ട് കൂടി പറയണം. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിന് ഗുണമല്ല, ദോഷമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് പ്രശ്നത്തെയും പരിഹരിക്കുന്നതിന് മുമ്പ് ആ പ്രശ്നത്തെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ശ്രമം വേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.